ഏവർക്കും എംഇയുടെ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. കെ ശൈലജ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് മട്ടന്നൂർ ടൗണിൽ നിർമ്മിച്ച സാമ്രാജ്യത്വ വിരുദ്ധ സ്മാരക ഓപ്പൺ സ്റ്റേജ് ഉദ്ഘാടനം കെ ശൈലജ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ N ഷാജിത്ത് അധ്യക്ഷത വഹിച്ചു. ഈ മട്ടന്നൂരിന്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതിൽ സന്തോഷം തന്നെയാണ്. അതൊന്ന് ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയമാണ്, മറ്റൊന്ന് ക്ലോക്ക് ടവറാണ്. നമ്മുടെ നഗരം വളർന്നു വരുന്നതിനനുസരിച്ച് അതിനെ കുറച്ചുകൂടി പ്രൗഢിയേകാൻ വേണ്ടി ജംഗ്ഷനിൽ ഒരു ക്ലോക്ക് ടവർ സ്ഥാപിക്കണം എന്നുള്ളത് ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്തതാണ്. മറ്റൊന്ന് ഷാഹിദ് മാഷ് നേരത്തെ പറഞ്ഞ ഹരിത ഇടനാഴി. ഞാൻ പണ്ട് മണ്ണൂർ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിൽ വിട്ട് ഓടി വരും ബസ് പോയി കളയുന്നതിനെ പേടിച്ചിട്ട് അന്ന് കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ബസ്സൊന്നുമില്ല. ആ കുന്ന് വല്ലാത്തൊരു കുന്നും കയറ്റുമായിരുന്നു. ഇപ്പോഴാണ് സൗകര്യപ്രദമായ റോഡൊക്കെ ഉണ്ടായത്. അതിലൂടെ ഓടി കതച്ച് വരുമ്പോൾ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് ടൗണിലെത്തുമ്പോഴേക്കും ബസ് വിട്ടുപോകുന്നുള്ള ബേജാറിന് അവിടെ ഒരു ചെറിയ ഇടവഴിയായിരുന്നു നടനെ പുറത്തേക്ക് കയറാൻ. ആ ഇടവഴിയിലൂടെ ഓടി വന്നതിൻ്റെ ഓർമ്മകൾ മനസ്സിലുണ്ട്. അതെല്ലാം കൂടി വെച്ചുകൊണ്ട് മനുഷ്യർക്ക് ആ മേഖലയിൽ നിന്ന് വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് പെട്ടെന്ന് ടൗണിലേക്ക് മുറിച്ചു കടന്ന് വരാനും പിന്നെ അതിൻ്റെ ഒരു സൗന്ദര്യവൽക്കരണം കൂടി ആയപ്പോൾ നല്ല ഒരു ഹരിത ഇടനാഴിയായിട്ട് അതിനെ മാറ്റണം എന്ന് നഗരസഭ പറയുകയും ചെയ്തപ്പോൾ ഫണ്ടിലൊരു ഭാഗം ആ പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ് ചെയ്തത്. എന്നാലും നമ്മളത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ആ ക്ലോക്ക് കൂടി അവിടെ ഘടിപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ നമ്മൾ നിർദ്ദേശിച്ച പ്രകാരമുള്ള ക്ലോക്ക് കിട്ടാൻ കുറേ പലതും നമ്മൾ കണ്ടു നോക്കി, അതൊന്നും അതിന് ചേരുന്നില്ല. അപ്പോൾ ക്ലോക്ക് ടവറിന് പറ്റിയൊരു ക്ലോക്ക് ഷാഹിദ് മാഷ് പറഞ്ഞതുപോലെ പുറമേ നിന്ന് വരേണ്ടതാണ്. അത് ഇന്ന് വന്നില്ല, നാളെയോ മറ്റന്നാളോ ആയിട്ട് അത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഫിറ്റ് ചെയ്താൽ പിന്നെ വേറെ കാര്യങ്ങൾ അവിടെ ഇല്ല, അത് കൊണ്ടുവരാം. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ആരോ ഒരു പഴയ ക്ലോക്ക് ഇന്നലെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നോക്കി, അതാരോ ഫോട്ടോ എടുത്തിട്ട് ഇതാണ് ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞിട്ട് ട്രോൾ ഇട്ടു എന്ന് പറഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാർക്കെല്ലാം ട്രോൾ ഒരു ആഘോഷമാണ്. അപ്പോൾ അത് സാരമില്ല, യഥാർത്ഥ ക്ലോക്ക് അവിടെ വരുമ്പം അത് മാഞ്ഞു പോയിക്കോളും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നേ പറയാനുള്ളൂ. ക്ലോക്ക് നോയിഡയിൽ നിന്നാണ് വരേണ്ടത്. റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായുള്ള സുരക്ഷാ പരിശോധനയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വളരെ വേഗത്തിൽ കൊണ്ടുവരുന്ന തടസ്സം നേരിട്ടപ്പോൾ നാളെ മാത്രമേ ആ ക്ലോക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നാളെ ആ ക്ലോക്ക് സ്ഥാപിക്കും. ടീച്ചർ കാര്യം ഇവിടെ പറയും. ഏതായാലും നാളെയോടുകൂടി ക്ലോക്ക് ടവറിൻ്റെ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്നു. ഈ രീതിയിൽ 2 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചത്. വൈസ് ചെയർപേഴ്സൺ O പ്രീത, P ശ്രീനാഥ്, P പ്രസീന, K മജീദ്, P അനിത, KT ചന്ദ്രൻ, സീന ഇസ്മായിൽ, K ഭാസ്കരൻ, അനിത വേണു, P പുരുഷോത്തമൻ, P രാഘവൻ, PP അബ്ദുൽ ജലീൽ, A മധുസൂദനൻ, CP വാഹിദ, M രതീഷ്, സുരേഷ് മാവില, V രാമദാസ്, EP ഷംസുദ്ദീൻ, ശരത് കൊതേരി, D മുനീർ, M മുകുന്ദൻ, KP രഞ്ജൻ, KP അനിൽകുമാർ, അണിയേരി അച്യുതൻ, KP രമേശൻ, മണാട്ട് കുമാരൻ, മുസ്തഫ ദാവാരി, ഗണേശൻ കുന്നുമൽ, ജിജേഷ് ചാവശ്ശേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മെഗാ മ്യൂസിക് ഫ്യൂഷനും ഉണ്ടായിരുന്നു. PKK എന്റർപ്രൈസസ് ഇനി മുതൽ മട്ടന്നൂർ വായാന്തോടിലും പെയിന്റ്, ഹാർഡ്വെയർ, പ്ലൈവുഡ്, ഗ്ലാസ്, കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം PKK എന്റർപ്രൈസസ് പെയിന്റ്സ്, പ്ലൈവുഡ്, ഗ്ലാസ്, ഹാർഡ്വെയർസ്, വായാന്തോട്, മട്ടന്നൂർ.